ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് PCOD അല്ലെങ്കിൽ PCOS എൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ പൊതുവേ ഉള്ള ഗേൾസിൻ്റെ ലൈഫിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ PCOD ഇല്ലാത്തവരും അല്ലെങ്കിൽ ബോയ്സ് പുരുഷന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നമുക്കുള്ളതല്ലാന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് കളയണ്ട. കാരണം നമ്മളെ ചുറ്റിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുണ്ടാവും. അപ്പോൾ അത് അവർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഹെൽപ്ഫുള്ളേ ഉണ്ടാവുള്ളൂ. സോ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക. വീഡിയോ ഫുള്ളായി കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് തോന്നിയാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആരും അല്ല. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ 2 ഇയേഴ്സിൽ കൂടുതലായിട്ട് PCOS ഉണ്ട്. അപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് വന്ന ചേഞ്ചസുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് PCOD അല്ലെങ്കിൽ PCOS എന്നുള്ള 2 വാക്കുകൾ. പക്ഷേ അപ്പോഴും നമുക്ക് പലർക്കും PCOD ആൻഡ് PCOS രണ്ടും സെയിം ആണോ അതോ ഡിഫറെൻ്റ് ആണോ എന്നുള്ള ഡൗട്ട്സ് ഉണ്ട്. എക്സാക്ട്ലി രണ്ടും സെയിം അല്ല, പക്ഷേ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് രണ്ടിനും ഉള്ളത്. ആദ്യം നമുക്ക് PCOD എന്താണെന്ന് നോക്കാം. PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ആ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ്ങും ഉണ്ട്. പോളിസിസ്റ്റിക് എന്ന് വെച്ചാൽ പോളി മെനി സിസ്റ്റ് ഇൻ ദ ഓവറി. അപ്പോൾ നോർമലി ലേഡീസിന് 1 മന്തിൽ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള എഗ്ഗ് റിലീസ് ആവണം. പക്ഷേ PCOD ഉള്ള ലേഡീസിന് ആ എഗ്ഗ് റിലീസ് ആവാതെ അല്ലെങ്കിൽ ഇമ്മെച്യൂർ ആയിട്ടുള്ള എഗ്സ് റിലീസായിട്ട് അത് ഓവറിയിൽ തന്നെ സിസ്റ്റ് പോലെ കിടക്കും. അപ്പം അതാണ് കുഞ്ഞു കുഞ്ഞു സിസ്റ്റ് പോലുള്ള ഓവറീസിൽ കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ. അതാണ് PCOD. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ്, ആക്നെ, ഹെയർ ഫോൾ, വെയ്റ്റ് ഗെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് PCODയുടെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഇനി PCOS എന്താണെന്ന് നോക്കാം. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. ഇത് PCODനേക്കാൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹോർമോണൽ സിറ്റുവേഷനാണ്. ഇത് ഓവറീനെ മാത്രം റിലേറ്റഡ് ആയിട്ടല്ല, നമ്മുടെ ഹോൾ ബോഡീനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണൽ കണ്ടീഷനാണ്. ബോഡിയിലെ ഹോർമോൺസിനെയും മെറ്റബോളിസത്തിനെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് PCOD ആൻഡ് PCOS തമ്മിലുള്ള ഡിഫറൻസ്. PCOSൻ്റെ സിംറ്റംസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആക്നേസ്, ഹെയർ ഫോൾ, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടുള്ള പീരിയഡ്സ് അല്ലെങ്കിൽ പീരിയഡ്സ് ആവാതിരിക്കുക, വെയ്റ്റ് ഗെയിൻ. ഈ PCODക്കും PCOSനും വെയ്റ്റ് ഗെയിനും ഉണ്ടാവാം, എന്നാൽ വെയ്റ്റ് ലോസും ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കൂടുതലായിട്ടും വെയ്റ്റ് ഗെയിൻ ആണ് കണ്ടുവരാറ്. അപ്പോൾ PCODൻ്റെയും PCOSൻ്റെയും ഒരു ഏർലി സിംറ്റംസ് അല്ലെങ്കിൽ നമുക്ക് PCOD ഉണ്ട് PCOS ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മളത് പോയി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ലേറ്റായിട്ട് ആയി തുടങ്ങുക, കുറച്ചായിട്ട് വെയ്റ്റ് ഗെയിൻ തുടങ്ങുക, അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് ആവുക, ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ട് പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്. സ്കാനിലൊക്കെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ PCOD അല്ലെങ്കിൽ PCOS ഒരാൾക്ക് ഉണ്ടാകുമ്പം ഒരുപാട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവും. ഫിസിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി ഷേപ്പിന് ചേഞ്ചസ് വരിക, അല്ലെങ്കിൽ ഒരുപാട് ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ വെയ്റ്റ് ഗെയിൻ ആവുന്നതിനോടൊപ്പം വരുന്ന കുറേ പെയിൻസ് അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന ബ്രീത്തിങ് പ്രോബ്ലംസ്. എല്ലാവർക്കും എല്ലാ സിംറ്റംസും ഉണ്ടാവണമെന്നില്ല. ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ കാണുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ടാവുക. ഹെയർ ഫോള്, ആക്നെ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഇപ്പോൾ എനിക്ക് തന്നെ 2 to 3 years ആയിട്ട് എനിക്ക് PCOS ഉണ്ട്. അപ്പം ഫസ്റ്റ് ഒരു 2 ഇയേഴ്സിന് മുന്നേ ഉള്ള ഞാനും ഇപ്പോഴുള്ള ഞാനും നല്ല ചേഞ്ച് ഉണ്ട്. നല്ലോണം വെയ്റ്റ് ഗെയിൻ ആയിട്ടുണ്ട്. ഒരു 15 kgsൻ്റെ അടുത്ത് ഞാൻ വെയ്റ്റ് ഗെയിൻ ആയിട്ടുണ്ട്. പിന്നെ ഹെയർ ഫോൾ, നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ട്. മുടി വരുന്നുണ്ട്, പക്ഷെ അതിന് കണക്കായിട്ട് തന്നെ മുടി കൊഴിയുന്നുണ്ട്. പിന്നെ ഫേസിൽ ആൻഡ് ഹോൾ ബോഡിയിൽ ആക്നേസ് വരിക. പിമ്പിൾസ് അല്ല, ഇതുപോലുള്ള ആക്നേസ് ഭയങ്കര വലുതായിട്ടും കട്ടിയുള്ളതുമായിട്ടുള്ള ആക്നേസ് വരിക, ആക്നെ മാർക്സ് വരിക. പിന്നെ പറയാനുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി മാത്രമല്ല, നമ്മൾ മെൻ്റലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. മെൻ്റലി ഭയങ്കര മൂഡി ആയിട്ട് ഫീൽ ചെയ്യും എപ്പോഴും. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഭയങ്കര മൂഡ് സ്വിങ്സ്, പെട്ടെന്നുള്ള ദേഷ്യം വരിക, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ നമുക്ക് സങ്കടം വരിക. അങ്ങനെ കുറേ തരത്തിലുള്ള മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നങ്ങൾ
നല്ലോണം ഉണ്ടാവും PCOD PCOS ഉള്ള ആൾക്കാർക്ക്. പിന്നെ എനിക്കുണ്ടായിട്ടുള്ള ഒരു ചേഞ്ചാണ് പീരിയഡ്സ് ഡേറ്റ് റെഗുലർ അല്ലാതിരിക്കുക. ചിലപ്പം മന്ത്ലി ട്വൈസ് ആവും, ചിലപ്പോൾ ഒരു മന്തിൽ പീരിയഡ്സ് ഉണ്ടാവില്ല, ചിലപ്പം പീരിയഡ്സ് ഉണ്ടായാൽ അത് ഭയങ്കര ലാസ്റ്റിംഗ് ആയിട്ട് അത് നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ PCOS വന്നതിന് ശേഷം എനിക്കുണ്ട്. അപ്പം ഏറെക്കുറെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും മിക്ക ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് PCOD PCOS ഉണ്ടാകുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി PCOD അല്ലെങ്കിൽ PCOS കാരണം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് പെയിൻസ് ആയിക്കോട്ടെ, മൈൻഡിൻ്റെ ചേഞ്ചസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഫിസിക്കൽ ചേഞ്ചസ് ആയിക്കോട്ടെ, ഇതൊക്കെ കാരണം നമ്മൾ ഭയങ്കര ഇൻസെക്യൂർഡും അല്ലെങ്കിൽ എല്ലാ സമയത്തും ടയേർഡും അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാർ വക കുറേ കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് കിട്ടാറുണ്ട്. അത് നല്ല രീതിക്കായിരിക്കില്ല, വൻ നെഗറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൂടെ കിട്ടുമ്പോൾ അതുകൂടെ നമ്മുടെ മൈൻഡിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഡൗൺ ആയിട്ട് പോവും. അപ്പം ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറയാൻ കാരണം അതാണ്. കാരണം നിങ്ങൾക്ക് PCOD PCOS ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഭയങ്കര വിയേർഡായിട്ട് എപ്പോഴും പെരുമാറാം. ഒരു സമയത്ത് ചിരിച്ചിട്ടാണെങ്കിൽ അടുത്ത സമയത്ത് ദേഷ്യം. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളെന്തോ ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അതിനെ ഇതാക്കാതെ, ഓക്കെ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരുടെ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഓൾറെഡി ഒരുപാട് ആൾക്കാരിൽ നിന്ന് നെഗറ്റീവ്സ് മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രമേ നമുക്ക് ആ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് കെയർ കൊടുക്കുക. കാരണം PCOD PCOS എന്ന് പറയുന്നത് മെഡിക്കേഷൻസ് മാത്രം എടുത്തതിനെ കൊണ്ട് മാറുന്ന ഒരു കാര്യമല്ല. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതുപോലെ തന്നെ സ്ട്രെസ്സ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ചേഞ്ചസ് നമുക്ക് വരുത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് PCOD PCOS എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പൊതുവേ എല്ലാവർക്കും സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യുക. തീരെ തടി മെലിഞ്ഞു പോയിട്ടുള്ളവരാണെങ്കിൽ അതിനവർ കേൾക്കുന്നുണ്ടാവും, നല്ലോണം തടിച്ചിട്ടുള്ളവരാണെങ്കിൽ അവരതിന് കേൾക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ അവരെ പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ, ഇതുകൊണ്ടല്ല നമുക്ക് ശരിയാക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അവർക്കത് ശരിയാക്കി കൊണ്ടുവരണം എന്നുള്ളൊരു ഒരു എന്താ പറയണ്ടേ, ആ ഒരു മോട്ടീവ് അവർക്കും ഉണ്ടാവുള്ളൂ. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം, എനിക്കിപ്പം PCOSന് ശേഷം എനിക്ക് വന്ന ചേഞ്ചസിൽ ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിപ്പം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ സ്വയം ആയിക്കോട്ടെ, ഒരുപാട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതലുണ്ടായിട്ടുള്ള ചേഞ്ച് വെയ്റ്റ് ഗെയിൻ ആണ്. അപ്പോൾ വെയ്റ്റ് ഗെയിൻ ആയത് കാരണം തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ബേസിക്കലി ഞാൻ ഒരു ഡാൻസറാണ്. അപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ നോക്കുമ്പോൾ നമുക്ക് അതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലായിരിക്കും. നമ്മൾ ഭയങ്കര ഇൻസെക്യൂർഡ് ആയിരിക്കും അതിന് ശേഷം. കാരണം ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുമ്പം എങ്ങനെ ഉണ്ടാവും കാണാൻ, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയൊക്കെ അതിനെ പറയുന്നുള്ളത്, അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം എനിക്ക് തന്നെ ഒരുപാട് തവണ അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, ഫാമിലിയിൽ നിന്നും കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പൊതുവേ നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് PCOD PCOSൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ആൾക്കാർ അല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെയാണ് പറയുക, അതായത് ഇപ്പം ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പറയാം, എന്തെന്നാപ്പാ പെണ്ണിനി അത് നല്ലോണം മെലിഞ്ഞു പോയാലോ, അതിനെന്തോ സൂക്കേടുണ്ട് തോന്നുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം തടിച്ചിട്ടാണെങ്കിൽ അതിനെപ്പം തിന്നലേ പണിയില്ലോ ഒന്ന് തിന്നിങ്ങനെ കിടക്കലാന്ന്, ഒരു പണിയും എടുക്കലില്ല തോന്നുന്നു, എന്നാ അത് തടിച്ച് വീപ്പക്കുറ്റി പോലെയുണ്ട്. ഇങ്ങനെയല്ലാന്ന് ലിറ്ററലി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയണത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അതൊന്നും കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ഓക്കെ ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ എത്ര പറഞ്ഞാലും ഡീപ്പ്
ഡൗൺ നമ്മളത് എന്തായാലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത് മാറ്റാൻ തന്നെ നമ്മൾ പെടുന്ന പാട് നല്ലോണമാണ്. കാരണം അത്യാവശ്യം നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾ ഒരാളെ കണ്ടീഷൻ കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാതെ അവരെ എല്ലാം കൊണ്ടും അവരെ ഡൗൺ ആക്കി നെഗറ്റീവ് പറഞ്ഞ് അങ്ങനെ ചെയ്താൽ അത് ഒരാളെ വല്ലാതെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരാളത് നന്നായിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൊതുവേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നോ അത്രത്തോളം മാത്രമേ നമുക്ക് അതിൽ നിന്ന് ആ ഒരു വ്യക്തിനെ നമുക്ക് ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി ജനറലായിട്ടുള്ളത് ഞാൻ ഒന്ന് സൈഡാക്കി വെക്കുകയാണ്. ഞാൻ എനിക്ക് മാത്രമായിട്ട് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് പറയാം. വെയിറ്റ് ഗെയിൻ ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ കാര്യത്തിൽ ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് തോന്നും നമുക്ക് ചില സമയം. എല്ലാ ദിവസവും എന്നല്ല, പക്ഷെ ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ് വരും. സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം, സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം. അത് വരുന്നത് രാത്രിക്ക് മാത്രമേ തോന്നുള്ളൂ. രാത്രിക്കാണ് ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് വരിക, എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഫീൽ വരിക. അത് അൺഅവോയ്ഡബിൾ ആണ് ആ ഒരു സിറ്റുവേഷൻ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും വാങ്ങി കഴിച്ചാലേ അപ്പോൾ സമാധാനം ഉണ്ടാവും. അങ്ങനെ പ്രശ്നം എനിക്കുണ്ട്. പിന്നെ ഹെയർ ഫോൾസ് ഉണ്ട് നല്ലോണം. പിന്നെ എൻ്റെതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം. എനിക്ക് പൊതുവേ ദേഷ്യമുണ്ട്. പക്ഷേ അത് ഈ ഒരു ഹോർമോണൽ സാധനം കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് നിൽക്കണടുത്തുനിന്ന് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ഞാൻ കരയും. അതല്ല, ചിലപ്പോൾ ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ദേഷ്യം. എല്ലാവരോടൊന്നും ദേഷ്യപ്പെടില്ല. അതായത് നാട്ടിലുള്ളയും അല്ലെങ്കിൽ പുറത്തേ കൂടി നടക്കുന്ന ആൾക്കാർ എല്ലാവരോടും പോയി ദേഷ്യപ്പെടുന്നല്ല. എനിക്ക് ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ആ ആവശ്യത്തിനപ്പുറത്ത് ഞാൻ പൊട്ടിത്തെറിക്കും. ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പ്ലോർഡ് ആവും. അതെനിക്ക് ആ സ്ട്രെസ് ഇങ്ങനെ ലെറ്റ് ഔട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് എനിക്കുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. കാരണം പൊതുവേ ദേഷ്യമുള്ള ഒരാൾക്ക് ഇതും കൂടെ വരുമ്പോൾ അത് എക്സ്ട്രീമായിട്ട് പോവാറുണ്ട്. എൻ്റെ കേസിൽ അതാണ് എൻ്റെ രണ്ട് ബാഡായിട്ടുള്ള എന്താ പറയണ്ടേ എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻസ്. വെയിറ്റ് ഗെയിനും ഈ പറയുന്ന ദേഷ്യവും. പിന്നെയുള്ള ചേഞ്ച് ഇതെന്ന് വെച്ചാൽ ഈ ആക്നേസ്. പണ്ടൊക്കെ ക്ലിയർ സ്കിന്നായിരുന്നു. അതായത് സ്കിന്നിനെ കുറിച്ച് ഒരു എന്താ പറയണ്ടേ കെയറോ അല്ലെങ്കിൽ സ്കിൻ കെയർസോ ഒന്നും ചെയ്യാത്തൊരു ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല സ്കിന്നായിരുന്നു. കളറ് കുറച്ചുകൂടെ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഡള്ളായിട്ടുള്ള കളറായിരുന്നു. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഫുൾ ആക്നേസ് വരിക, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. ആക്നേസ് വന്നിട്ട് പോവും, പിന്നെയും വരും, പോവും, പിന്നെയും വരും, പോവും. അപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറേ ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും നമ്മളോട് എപ്പോഴും പറയുന്നതാണ് സിംറ്റംസിനെ ക്യൂർ ചെയ്യാൻ നോക്കരുത്, സോഴ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ കോർ റീസണെ ആണ് ഫസ്റ്റ് നമ്മൾ മാറ്റേണ്ടത്. പക്ഷെ ഞാൻ അത് മാത്രം ചെയ്യില്ല. അതായത് PCOS എന്നുള്ളതിന് മാത്രം ഞാൻ ട്രീറ്റ് ചെയ്യൂല. ബാക്കി വരുന്ന എല്ലാത്തിനും എല്ലാ വഴികളും നോക്കും. സ്കിന്നിന്, ഹെയറിന്, അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാം നോക്കും. പക്ഷേ എല്ലാവരും പറയുന്നതാണ് നമ്മൾ സിംറ്റംസിനെ എല്ലാം ക്യൂർ ചെയ്യാൻ നോക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് PCOSനെ. സോ PCOS അല്ലെങ്കിൽ PCODനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. PCOD ആൻഡ് എസ്പെഷ്യലി PCOS ഇസ് ഇറിവേഴ്സിബിൾ അല്ലെങ്കിൽ നോട്ട് ക്യൂറബിൾ ആണ്. പക്ഷേ നമുക്കതിനെ മാനേജ് ചെയ്തിട്ട് നല്ലൊരു ഡിഫറൻസ് വരുത്താൻ പറ്റും. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും പറയാറ്, നോർമലി ഡോക്ടേഴ്സൊക്കെ പറയാറ്. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരിക. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം പണ്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. പണ്ടത്തെ ഒരു ജനറേഷനും ഈ ഒരു ജനറേഷനും നല്ല മാറ്റങ്ങളുണ്ട്. അതിപ്പം ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, നമ്മൾ ജീവിക്കുന്ന രീതി, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ചെയ്യുന്ന കാര്യങ്ങൾ, ജോബ്സ്, ഇതൊക്കെ പണ്ടത്തതും ഇപ്പോഴത്തതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇത് കാരണം തന്നെ നമ്മളെ ബോഡിയിലും ആ തരത്തിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്, ഹോർമോൺസിനും ആ ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഐ തിങ്ക് 10-20% ഓഫ് വുമൻസിന് ഈ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 ഒരാൾക്ക്
PCOD അല്ലെങ്കിൽ PCOS എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം നമ്മളതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരിക, ഫുഡ്, ഡയറ്റ്, കാര്യങ്ങൾ, എക്സസൈസസ്, ഇതൊക്കെയാണ് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ. പ്രോപ്പർ മെഡിക്കേഷൻ ഇതിനില്ല, ജസ്റ്റ് ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാമെന്നല്ലാതെ ഇതിനായിട്ട്, അതായത് പനിക്ക് നമ്മൾ പാരസെറ്റമോൾ കഴിച്ച് മാറ്റുന്ന പോലെ പെട്ടെന്ന് ഇത് അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്നാണ് എനിക്കിപ്പോൾ ഈ 2 വർഷമായിട്ട് മനസ്സിലായത്. ഇനി അതങ്ങനെയല്ല, ഇത് ഏതെങ്കിലും ഒരു ഡോക്ടർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാം. അപ്പം ഇതാണ് എനിക്ക് PCOD അല്ലെങ്കിൽ PCOS കുറിച്ച് പറയാൻ. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞ പോലെ തന്നെ ഒരു മെഡിക്കൽ അഡ്വൈസ് ഒന്നും ആയിരുന്നില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് വന്ന ചേഞ്ചസും നോർമലി ഒരു ജനറലായിട്ടുള്ളൊരു കാര്യങ്ങളും ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരു 10 പേര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ 10 പേർക്കെങ്കിലും എന്താണ് PCOD PCOS അല്ലെങ്കിൽ അതുള്ള ഒരാൾക്ക് എന്തിലൊക്കെ കൂടെ കടന്നു പോകുന്നുണ്ട്, അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റെ ബാക്കി ഇനി വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.